നമസ്കാരം. 2026 കർക്കിടക കൂറുകാരുടെ വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക കൂറിൽ ഉള്ളത്. പൊതുവെ കർക്കിടകൂറുകാർ ആരോഗ്യമുള്ളവരായിരിക്കും. ശാഠ്യപ്രകൃതി കൂടുതലായിരിക്കും ഇവർക്ക്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലുള്ളവരും ആത്മീയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ആണ്. സർക്കാർ ഗുണങ്ങൾ അനുഭവിക്കുവാൻ യോഗമുള്ളവരാണ് മിക്ക കർക്കിടകക്കൂറുകാരും. ഏതു കാര്യവും താൻ ചെയ്താലേ കൂടുതൽ നന്നാവൂ എന്ന ഒരു പ്രകൃതമുള്ളവരാണ് ഈ കൂട്ടർ. എന്നിരുന്നാലും പൊതുജനസമ്മതർ ആയിരിക്കും ഇവർ. എടുത്തുചാട്ടം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആലോചിക്കാതെ ചെയ്യുന്ന പല പ്രവൃത്തികളും അബദ്ധത്തിൽ ചെന്ന് ചാടുവാനും ഇവർക്ക് സാധ്യതയുണ്ട്. 2026 വിഷുഫലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ഉള്ള ഒരു വർഷമാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ അധികം ഗുണം ലഭിക്കുന്ന ഒരു വർഷമാണ്. കാര്യങ്ങളൊക്കെ അനുകൂലമായി തീരുന്ന വർഷം കൂടിയാണ്. നല്ല ഒരു സമയമാണ് ഇതെന്ന് പറയാം. വ്യാഴത്തിൻ്റെ ഒരു രക്ഷാകവചം കൂടി ഈ സമയത്ത് ഇവർക്ക് ഉണ്ടായിരിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സ്ഥിതിയാണ്. ഈ വർഷം ശനി 9-ലും വ്യാഴം 12-ലും ജൂൺ 2 മുതൽ അത് ജന്മത്തിലേക്കും രാഹു 8-ലും കേതു 2-ലുമാണ് ഇവർക്ക്. പൊതുവെ പറഞ്ഞാൽ വർഷാരംഭത്തിൽ ഇവർക്ക് അത്ര ഗുണകരമല്ല എങ്കിലും ജൂൺ 2-ന് ശേഷം വളരെ അധികം ഗുണം ലഭിക്കുന്നു. വർഷാരംഭത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും. ചെലവ് വർദ്ധിക്കുവാനും ഈശ്വരാധീനം കുറയുവാനും ക്രയവിക്രയങ്ങളിൽ നഷ്ടം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. ധനവരവ് ഉണ്ടാവുമെങ്കിലും ചെലവ് വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ജൂൺ 2 വരെ. അഷ്ടമത്തിൽ രാഹു ഉള്ളതുകൊണ്ട് തന്നെ ലഭിച്ച ജോലി നഷ്ടപ്പെട്ടു പോകുവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അനാരോഗ്യം ഉണ്ടായേക്കാം. വാഹന യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡിസംബർ മാസത്തോടെ രാഹുവിന് മാറ്റം ഉണ്ടാവുന്നതാണ്. 2026 ജൂൺ 2 മുതൽ അതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും മനപ്രയാസങ്ങളും മാറിക്കിട്ടുന്നതും ആണ്. അനുകൂല സമയമാണ് എന്ന് തന്നെ പറയാം. ഈ അനുകൂല സമയത്ത് പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാനും വാഹന യോഗം ഉണ്ടാകുവാനും ഭാഗ്യം കടാക്ഷിക്കുവാനും ഒക്കെ ഈ സമയം സാധിക്കുന്നതാണ്. അകന്നു നിന്നവർ അടുക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ബന്ധുജന ഗുണം ഉണ്ടാവുന്നതാണ്. ഗുരു അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് ഉച്ചാവസ്ഥയിൽ വരുന്നത് ഏറെ പ്രയോജനപ്രദമാണ്. മാത്രമല്ല ഈ സമയത്ത് മീനത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതോടുകൂടി ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്ന ഒരു സമയം കൂടിയായിരിക്കും. തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാനും വാഹന യോഗം ഉണ്ടാകുവാനും ഭാഗ്യം കടാക്ഷിക്കുവാനും ഒക്കെ ഈ സമയം സാധിക്കുന്നതാണ്. അകന്നു നിന്നവർ അടുക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ബന്ധുജന ഗുണം ഉണ്ടാവുന്നതാണ്. കഷ്ടതകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. സാമ്പത്തിക ബന്ധം ദൃഢമാകുന്നതാണ്. ശത്രുക്കൾ പരാജയപ്പെടുകയും വ്യവഹാര വിജയം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാവുന്നതാണ്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്നതാണ്. തീർത്ഥയാത്ര പോകുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. പല വിധത്തിൽ കഴിവ് തെളിയിക്കുവാനുള്ള അവസരം ഇവർക്ക് ഉണ്ടാവുന്നതാണ്. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. വ്യവസായങ്ങൾ തുടങ്ങുവാനോ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ ഒക്കെ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ്. പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്നതാണ്. ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുവാനും വരുമാനം വർദ്ധിക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ജൂൺ 2-ന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് പുരോഗതി ഉണ്ടാവുന്നതും ഗുണകരമായ മാറ്റം ഉണ്ടാവുന്നതുമാണ്. എന്നാൽ ജൂൺ 2-ന് മുമ്പ് ഇവർ എല്ലാ കാര്യത്തിലും ഒരു സൂക്ഷ്മത പാലിക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതും ഉണ്ട്. പൊതുവെ പറഞ്ഞാൽ ജൂൺ 2-ന് മുമ്പ് ഇവർക്ക് അത്ര ഗുണകരമല്ല എങ്കിലും ജൂൺ 2-ന് ശേഷം
വളരെ അധികം ഗുണകരമായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ആരോഗ്യകാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഈ വർഷം മുഴുവനും ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ രോഗങ്ങൾ വരുമ്പോൾ തന്നെ അവ വളരെ അധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് ഉണ്ട്. ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടുന്നതിനു വേണ്ടി ഈശ്വര പ്രാർത്ഥന നടത്തുക ആവശ്യമാണ്. ക്ഷേത്ര ദർശനം നടത്തേണ്ടതുണ്ട്. മഹാദേവനെ ധ്യാനിക്കുക, സർപ്പപ്രീതി വരുത്തുക, സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനവും നടത്തി വഴിപാടുകൾ കഴിക്കുക എന്നിവയൊക്കെ ചെയ്താൽ ഈ വർഷത്ത് ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുകയും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാനും സാധിക്കുന്നതാണ്.